ദില്ലി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചു സുപ്രീം കോടതി. ഇഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നതടക്കമുള്ള കാര്യങ്ങൾ മൂന്നംഗ ബെഞ്ച് പരിശോധിക്കും. പക്ഷേ CBI രജിസ്റ്റർ ചെയ്ത കേസിലും കേജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാൽ ജയിൽ മോചിതൻ ആകില്ല. കൂടുതൽ വിവരങ്ങൾ സിബി നൽകും. സിബി, എന്താണ് വിശദാംശങ്ങൾ? ബിനു, ദില്ലി മദ്യനയ കേസിൽ ഇഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഒരു ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് സഞ്ജയ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചായിരുന്നു ഈ ഒരു ജാമ്യം അനുവദിച്ചത്. ഇതിൽ പ്രധാനമായും കെജ്രിവാൾ നേരത്തെ ഇതുവരെ 90 ദിവസത്തിലധികമായി ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഈ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇഡിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദമായ പരിശോധനയ്ക്കായി മറ്റുമെല്ലാ നിലയും ഒരു മൂന്നംഗ ബെഞ്ചിന് വിടുകയും ചെയ്തു. ഈ മൂന്നംഗ ബെഞ്ച് പ്രധാനമായും പരിശോധിക്കുക ഒരു ചോദ്യം ചെയ്യലിന് അറസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ, അതോടൊപ്പം തന്നെ ഈ PMLA ആക്ടിലെ സെക്ഷൻ 19 വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണോ അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന ഇനിയിപ്പോൾ മൂന്നംഗ ബെഞ്ചായിരിക്കും പരിശോധിക്കുക. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ED രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, ഇപ്പോഴും കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണെന്നും ED വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നും കോടതി പറയുകയും ചെയ്തു. എന്തായാലും ഈ കേസിൽ ഒരു ആശ്വാസകരമായ വിധിയാണ് അരവിന്ദ് കെജ്രിവാളിനും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചത്. പക്ഷേ CBIയുടെ കേസിൽ അരവിന്ദ് കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാൽ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാൻ കഴിയില്ല. എങ്കിൽ പോലും ഈ CBIയുടെ കസ്റ്റഡി അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റൊരു ജാമ്യ ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കേസിൽ EDയുടെ കേസിൽ ജാമ്യം ലഭിച്ചത് സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ആശ്വാസകരമാണ്. എന്തായാലും ഈ വിധി ഭരണഘടനയെ സംരക്ഷിക്കുന്ന വിധിയാണെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിക്കുകയും ചെയ്തു. മാത്രമല്ല, CBIയുടെ അറസ്റ്റ് വീണ്ടും കെജ്രിവാളിനെ കുരുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമാണെന്നും ആം ആദ്മി പാർട്ടി പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും ഇനിയിപ്പോൾ കെജ്രിവാളിന് വിചാരണ കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജി ദില്ലി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അത് ജൂലൈ 15 ആ ഒരു ഹർജി പരിഗണിക്കുകയും ചെയ്യും. ബിനു. യെസ്, സിബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.